സുഹൃത്തുക്കളെ, ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്നത് ഓണം മുസ്ലിങ്ങൾ തൂക്കിയെന്ന് പറഞ്ഞിട്ട് കുറേ കണ്ടന്റ് ക്രിയേറ്ററും കുറേ പേരോട് ചേർന്നിട്ട് ഹറാമായ കാര്യങ്ങളൊക്കെ ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, സുഹൃത്തുക്കളെ, ഈ ഓണം എന്ന് പറയുന്നത് അത് ബഹുമാനിക്കേണ്ട. ഓണമായാലും ക്രിസ്മസ് ആയാലും എന്തായാലും നമ്മൾ മറ്റുള്ള മതസ്ഥരുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശേഷപ്പെട്ട ദിവസങ്ങൾ അത് നമ്മൾ ബഹുമാനിക്കണം. വറുതയിട്ടും മഫ്തയിട്ടും പേക്കൂത്ത് കാണിച്ച് ഡാൻസ് കളിച്ചിട്ട് അത് ഹലാലാക്കി, ഇസ്ലാമിൽ അത് ഹലാലാക്കി നിങ്ങൾ ചെയ്ത് ഒരു കുഴപ്പമില്ല, അങ്ങനെ ഒരിക്കലും അല്ല. നമുക്ക് ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഹറാമായ കാര്യങ്ങൾ നീ എന്തൊക്കെ ഉണ്ടായാലും അത് ഹറാമ് തന്നെയാണ്, അതൊരിക്കലും മാറ്റപ്പെടുകയില്ല. പിന്നെ മതസൗഹാർദ്ദം ഉണ്ടാകണം. നിനക്ക് നിൻ്റെ ദീൻ, എനിക്ക് എൻ്റെ മതം എന്നാണ് ഖുർആനിൽ പറഞ്ഞേക്കുന്നത്. ലക്കും ദീനുക്കും വലിയ ദീൻ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം, നിൻ്റെ മതത്തെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഓണം നടക്കുന്ന സ്ഥലം ഓണത്തിൻ്റെ ആചാരങ്ങളിൽ ഞാൻ വന്ന് പേക്കൂത്ത് കാണിച്ച് ഡാൻസ് കളിച്ചിട്ട് വൈറലാകുന്നതല്ല ഹീറോയിസം. ഒരുപാട് പേര് വൃദ്ധസദനത്തിൽ പോയി അവിടെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. കുറേ പേര് പാവപ്പെട്ടവരെ പൈസ കൊടുത്ത് പാവപ്പെട്ടവർക്ക് സഹായിച്ച് ഇതാക്കിയിട്ടുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ എന്താ, നമ്മളൊരു ആചാരത്തെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ ബഹുമാനിക്കുന്നത്, അതാണ് മതസൗഹാർദ്ദം. ഇപ്പം നബിദിനത്തിന് തന്നെ എത്രയോ അമ്പലങ്ങളിൽ നിന്ന് വെള്ളം കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ബഹുമാനം. അല്ലാതെ ഇപ്പം നടക്കുന്ന 2K കിഡ്സ് കാണിക്കുന്ന പോലെ ഡാൻസ് കളിച്ച് അത് കളിച്ച് അതൊന്നും അല്ല. ആ പേക്കൂത്ത് കാണിക്കുന്നതല്ല സത്യം പറഞ്ഞാൽ നമ്മളൊരു മതത്തെ അല്ലെങ്കിൽ ഒരു ആചാരത്തെ ബഹുമാനിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് അവർ സ്വന്തം പൈസ കൊടുത്തിട്ട് ആനയെ കൊണ്ടിരുന്നു, ഹെലികോപ്റ്റർ കൊണ്ടുവന്നു. ഓക്കെ, ആ പൈസയും കൊണ്ട് നീ പാവപ്പെട്ടവനൊന്ന് സഹായിച്ചു നോക്ക്. നിങ്ങളുടെ കോളേജിന് തന്നെ അതൊരു പേരുമേ. അല്ലാതെ നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ വണ്ടി കൊണ്ടുവന്നിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് കാണിക്കുന്നതോ അല്ല ഹീറോയിസം. ഹീറോയിസം എന്ന് പറയുന്ന ഒരു മതപരമായ എന്തെങ്കിലും ആചാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ അത് ഒന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ വൃദ്ധസദനത്തിൽ പോയി അവിടെ പോയി അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യും. അതൊക്കെയാണ് സത്യം പറഞ്ഞ ഹീറോയിസം.